ഇന്ന് നമ്മൾ പോകുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക്. ഞാനും അച്ഛനും അമ്മയും കുഞ്ചും കൂടെയാണ് പോകുന്നത്. ട്രെയിനിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനാണിത്. അവിടെ നിന്ന് പോവുകയാണ്. ഗുരുവായൂർക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്, പക്ഷെ അത് എപ്പോഴും ഇല്ല. അതുകൊണ്ട് ഇത് നമ്മൾ തൃശ്ശൂർ ചെന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത് ബസ്സിന്. നമ്മളിവിടുന്ന് പോകുമ്പോഴേ പറ്റിയാൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലൊന്ന് തൊഴാം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോൾ ലേറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്തതിലും 11 മണി വരെ ഉള്ളൂ അമ്പലം. ക്ഷേത്രത്തിൽ പ്രവേശനവും അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കയറാൻ സാധിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത തവണ പോകുമ്പോൾ കയറാം എന്ന് സമാധാനിച്ചുകൊണ്ട് വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി കേട്ടോ. തൃശ്ശൂർ 2 ബസ് സ്റ്റാൻഡുണ്ട് മെയിനായിട്ട്. അതിൽ തെക്കേ സ്റ്റാൻഡിൽ നിന്നാണ് ഗുരുവായൂർക്ക് പോകുന്നവർ കയറുന്നത്. അപ്പം നമ്മളിതാ തെക്കേ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി നേരെ ഗുരുവായൂർ ചെന്നിറങ്ങി ആദ്യം തന്നെ വെള്ളം കുടിച്ചു കേട്ടോ. എന്നിട്ട് റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് അരമണിക്കൂർ കിടന്നിട്ട് നമ്മൾ നേരെ റെഡിയായി അമ്പലത്തിലേക്ക് ഇതാ പോവുകയാണ് കേട്ടോ. അമ്പലത്തിനുള്ളിൽ ഫോൺ കയറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിൽ ഫോൺ ഏൽപ്പിച്ചിട്ട് ഉള്ളിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി. എന്നിട്ട് നമുക്ക് വഴിപാടിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് ഇന്ന് രാത്രിയിലത്തെ കൃഷ്ണനാട്ടം നമ്മുടെ വകയാണ് കേട്ടോ, എൻ്റെ ചേച്ചിയുടെയൊക്കെ വകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് ഇനി റൂമിൽ പോയി ഫ്രഷായിട്ടൊക്കെ തിരിച്ച് വരണം. ഞാനും അമ്മയും മാത്രമേ കൃഷ്ണനാട്ടത്തിന് പോകുന്നുള്ളൂ. നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി കേട്ടോ, നന്നായിട്ട് കാണാൻ പറ്റി. അങ്ങനെ ഒരു 4, 4.5, 5 മണിക്കൂറത്തെ ക്യൂ നിൽപ്പിന് ശേഷം നമ്മൾ തൊഴുതിട്ട് ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ കുഞ്ചുവിനെയും കൊണ്ട് 4.5 മണിക്കൂർ ക്യൂ നിന്നിട്ട് തന്നെയാണ് നമ്മൾ കയറിയത്. എപ്പോഴും ഇതുപോലെ തന്നെ തിരക്കുണ്ട് അവിടെ. നമ്മളിതാ തൊഴുത് ഇറങ്ങിയിട്ട് നേരെ റൂമിൽ പോകുന്നതിന് മുമ്പായിട്ട് കഴിക്കാൻ കയറി. നമ്മൾ ആസ് യൂഷ്വൽ ശരവണ ഭവനിലാണ് കഴിക്കാൻ കയറിയത്. ശരവണ ഭവൻ്റെ തന്നെ AC ഉണ്ട് മുകളിൽ, അവിയൽ AC എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെയാണ്. അവിടെ കഴിക്കാൻ കയറി. അവിടെ കുറച്ച് എക്സ്ട്രാ GST പോലെ റേറ്റ് വരും AC-ൽ. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒന്നത് ഫോൺ കയറ്റില്ലല്ലോ അകത്ത്. അപ്പം ഫോണൊന്നും നമുക്ക് കേൾക്കത്തില്ലാത്തതുകൊണ്ട് അധികമൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം നമ്മൾ രാവിലെ ഒന്നുകൂടെ ഒന്ന് തൊഴാൻ പോവാണ്. അങ്ങകത്ത് കയറുന്നില്ല. ജസ്റ്റ് ഞാനും അമ്മയും മാത്രം ചുറ്റമ്പലത്തിനുള്ളിൽ മാത്രം കയറിയിട്ട് തൊഴുതിട്ടൊന്ന് ഇറങ്ങി. ഇന്നലെ കൃഷ്ണനാട്ടത്തിനൊന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റത്തില്ലല്ലോ, ഉള്ളിൽ ഫോണൊന്നും കയറ്റില്ലല്ലോ. അപ്പോൾ അതാ നമ്മൾ തിരിച്ച് പോകാനായിട്ട് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. അങ്ങോട്ട് നമുക്ക് ഡയറക്റ്റ് ഉച്ചയ്ക്ക് 1:30 ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തിന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തറ മുളന്തുരുത്തിയൊന്നും വരെ ഇല്ലായിരുന്നു. എറണാകുളം സൗത്ത് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാ ഇറങ്ങി. അങ്ങനെ ഇത്തവണത്തെ ഗുരുവായൂർ ക്ഷേത്ര പ്രയാണം ഇവിടെ താൽക്കാലികമായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വ്ളോഗ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ. നെക്സ്റ്റ് ഒരു വ്ളോഗുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സീ യു ദെൻ. ബൈ ബൈ.